നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വിവാദ സ്വാമി സന്തോഷ് മാധവൻ. ഈ സന്തോഷ് മാധവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ആ സമയത്തുള്ള നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വന്നേക്കാം. അദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. 50 വയസ്സായിരുന്നു. ദീർഘകാലം അദ്ദേഹം ജയിലിലായിരുന്നു. കാരണം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിവാഹവും അതിന് ശേഷം നടന്ന ചില കാര്യങ്ങളുമൊക്കെ വലിയ വിവാദമായിരുന്നു. സന്തോഷ് മാധവൻ ഒരു വ്യാജസ്വാമിയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഡിവൈഎഫ്ഐയുടെയും CPMൻ്റെയും മറ്റ് പോഷക സംഘടനയുടെയൊക്കെ നേതൃത്വത്തിൽ വ്യാപകമായ രീതിയിൽ ഇവിടെയുള്ള മര്യാദയ്ക്ക് ജീവിക്കുന്ന സ്വാമിമാരുടെ അടക്കം ആശ്രമത്തിൽ കയറുകയും തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തു. അന്ന് ഈ വിവാദ സ്വാമി സന്തോഷ് മാധവൻ്റെ പേരിൽ നിരവധി കേസുകളുണ്ടായിരുന്നു. ലൈംഗിക പീഡനമടക്കമുള്ള കേസുകളുണ്ടായിരുന്നു. ഭൂമി തട്ടിപ്പിൻ്റെ കേസുകളുണ്ടായിരുന്നു. അങ്ങനെ ദീർഘകാലത്തോളം കേസ് നടത്തിപ്പൊക്കെ ആയിട്ട് പോയി. ഒടുവിൽ ഇദ്ദേഹം ശിക്ഷ കിട്ടി ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വളരെ ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. കുറേ കാലമായിട്ട് ഈ സന്തോഷ് മാധവൻ എന്ന പേര് തന്നെ നമുക്ക് കേൾക്കാനില്ലായിരുന്നു. പക്ഷേ സന്തോഷ് മാധവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അയാളുടെ രൂപം മനസ്സിൽ വരും. കാരണം അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സന്തോഷ് മാധവൻ എന്ന വ്യക്തി. അന്ന് സന്തോഷ് മാധവനെ പറ്റി പ്രചരിച്ചിരുന്ന കഥകളിൽ അദ്ദേഹം യുവതികൾക്ക് നഗ്ന പൂജ ചെയ്തു കൊടുത്തിരുന്ന ആളെന്നൊക്കെ തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൂഢമായ തരത്തിലുള്ള ആഭിചാര ക്രിയകളും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിനേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം ആ സമയത്ത് വിവാഹം കഴിച്ചിരുന്നത്. അങ്ങനെ വലിയ താരപരിവേഷത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വിവാദമാവുകയും ഒരു വ്യാജസ്വാമിയാണെന്ന് തെളിയുകയും നിരവധി പീഡനക്കേസുകളടക്കം നിരവധി തട്ടിപ്പുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നും അറിയുകയും പിന്നീട് വ്യാപകമായ രീതിയിൽ ഇത്തരക്കാർക്കെതിരെ യഥാർത്ഥത്തിൽ ഉള്ള സ്വാമിമാരടക്കമുള്ളവർക്കെതിരെ ഇവിടെ അന്നത്തെ ഇടതുപക്ഷം വലിയ തോതിൽ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഇത്രയൊന്നും സോഷ്യൽ മീഡിയകൾ ഇല്ലായിരുന്ന ആ സമയത്ത് പോലും വിഷ്വൽ മീഡിയയും മറ്റുമൊക്കെ വലിയ തോതിൽ മാസങ്ങളോളം ചർച്ചയാക്കിയിരുന്ന ഒരു പേര് തന്നെയാണ് സന്തോഷ് മാധവൻ എന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും കുറേ കാലത്തിന് ശേഷം സന്തോഷ് മാധവൻ വീണ്ടും സംസാര വിഷയമായിരിക്കുകയാണ്. സന്തോഷ് മാധവനെ പറ്റി പറയുമ്പോൾ പിന്നെയും പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളുടെ പേര് ചേർത്തും പറയാനുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ഒരു വ്യക്തി കമല സുരയ്യ എന്ന വ്യക്തിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മാധവിക്കുട്ടി എന്നാണ് അവരുടെ പേര്. പിന്നീട് കമല സുരയ്യയായി മാറിയതാണ്. അവർ താമസിച്ചിരുന്ന വസതി അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു കുറേ കാലത്തോളം സന്തോഷ് മാധവൻ താമസിച്ചിരുന്നതെന്നും ഒരുപക്ഷെ അവരുടെ അവസാന സമയത്ത് അവർ മറ്റൊരു ലീഗ് നേതാവിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ ലീഗ് നേതാവ് ആണ് ഇവരെ മതം മാറ്റുകയും പർദ്ദയിടിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ആ ലീഗ് നേതാവിൻ്റെ പിടിയിൽ അവർ അകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവർ അകപ്പെടേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ സന്തോഷ് മാധവൻ എന്ന വ്യക്തി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിവാദത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറേ കാലത്തിന് മുമ്പ്, അതായത് 2008 കേസും മറ്റു കാര്യങ്ങളൊക്കെ നടന്നത്. ആ സമയത്തൊക്കെ വാർത്തകളും മറ്റുമൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു പേര് തന്നെയാണ് സന്തോഷ് മാധവൻ. അങ്ങനെ ഒരു വിവാദ നായകൻ കൂടി ഈ ലോകം വിട്ട് പോയിരിക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.